ഈ രാഷ്ട്രീയക്കാരല്ല ഇത് വീഴുന്നതിന് മുമ്പേ എവിടെ ആയിരുന്നു? രക്ഷിതാവാണ് പ്രതികരിച്ചത്. ഇത്രയും കാലം ഈ രാഷ്ട്രീയക്കാരൊക്കെ എവിടെയായിരുന്നു? ഈ വീഴുന്നത് വരെ ഇവരാരും ഇത് കണ്ടില്ലേ എന്നുള്ളതാണ് രക്ഷിതാക്കളൊക്കെ തന്നെ ചോദിക്കുന്നത്. എന്തായാലും രക്ഷിതാക്കളടക്കം സ്കൂളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. ഇതിനോട് പിരിഞ്ഞു പോകാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോലീസ് ഇടപെട്ട് ഇവരെ ഇപ്പോൾ മാറ്റിയിരിക്കും. എന്തായാലും സമരം വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. സാധിക്കില്ല, കാരണം ഫിറ്റ്നസ് ഇല്ലാതെ എങ്ങനെ തുറന്നു പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. നിലവിൽ പോലീസ് ബസ് ഇവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് പോലീസ് അല്പസമയത്തിന് കടക്കും. എന്തായാലും പ്രവർത്തകർ പ്രതിഷേധവുമായി ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ വീണ്ടും പോലീസുമായി ചില വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. കയറാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. നിലവിലെന്തായാലും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പ്രതിഷേധം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ പോലീസ് വാഹനമെത്തി ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. ജില്ലാ പ്രസിഡന്റ് പ്രവീൺ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവരെ അടക്കം ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതേസമയത്ത് പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അതായത് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടരുകയാണ്. വാഹന ആംബുലൻസ് മറ്റേതെങ്കിലും വാഹനം അടിയന്തരമായിട്ട് ഏർപ്പാട് ചെയ്യണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സംഘർഷത്തിനൊടുവിൽ ഇപ്പോൾ പ്രവർത്തകരെ നീക്കിയാണ്. പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലാക്കണമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.